പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിതയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, വേദവിചാരം എന്ന പരമ്പരയിൽ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞങ്ങൾക്ക് വരുവാനും അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാനും അങ്ങ് ഒരുക്കിയിരിക്കുന്ന മുഖാന്തരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം സംസാരിക്കുന്ന ബലഹീന നടീനെയും കേൾക്കുന്ന മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പുതിയ ഉണർവും അനുഗ്രഹവും ആയിത്തീരുവാൻ കേൾക്കുന്ന വചനം സഹായിക്കണമേ. വചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെയും സ്വീകരിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങ് ഒരുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനകത്ത് വീക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി 2 തിമോത്തിയോസ് 2-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 16. ഭക്തിവിരുദ്ധമായ വ്യർത്ഥ സംസാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക, അവരാൽ അഭക്തി വർദ്ധിക്കുവാൻ ഇടയാകും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ആത്മീയ മകനായ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹത്തിന് നൽകുന്ന പ്രബോധനങ്ങൾ 2-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അതിൽ നാം വായിച്ച തിരുവചനം വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലയളവിൽ എന്ന് ചോദിച്ചാൽ, നാം അനുദിന ജീവിതത്തിൽ വളരെയധികം സംസാരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ കൂടുതൽ താല്പര്യം കാട്ടുന്നവരാണ് നാം ഓരോരുത്തരും. മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ അതേത് വിഷയമായിരുന്നാലും ആ വിഷയങ്ങളിൽ നാം അനേകർക്ക് ഉപദേശങ്ങൾ നൽകാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും രോഗമുണ്ട് എന്ന് കേട്ടാൽ ഉടനെ അവരുടെ ചികിത്സ തന്നെ ഒരുപക്ഷെ നാം അങ്ങ് ഏറ്റെടുക്കും. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന് സൗഖ്യം ലഭിക്കേണ്ടതെന്നൊക്കെയും പറയുന്ന ഒരു സാഹചര്യം, ഒരു കാലയളവിൽ ഇന്ന് നാം ജീവിക്കുകയാണ്. ഇതിൻ്റെയൊക്കെയും കാരണം ഇന്ന് നമുക്ക് ഇൻഫർമേഷൻ വളരെ അധികമായി പെട്ടെന്ന് ലഭിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ രോഗത്തിൻ്റെയും അല്ലെങ്കിൽ രോഗത്തിൻ്റേതാകുന്ന ലക്ഷണങ്ങൾ കാണുമ്പോൾ ആ രോഗത്തിൻ്റെ മൂലകാരണം എന്താണ് എന്ന് പൂർണ്ണമായ അല്ലെങ്കിലും ഭാഗികമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ ഇൻഫർമേഷനാണ് ഉപദേശങ്ങൾ കൂടുതൽ നൽകുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത്. ഇത് ആത്മീയ ജീവിതത്തിൽ നാം ഇതുമായി നോക്കുമ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഭക്തിവിരുദ്ധമായ വ്യർത്ഥ സംസാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. അപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സംസാരങ്ങൾ മറ്റൊരാളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്ന, ദൈവഭക്തിയിൽ നിന്ന് അകറ്റുന്ന സംസാരങ്ങളിൽ അവന് ഉണ്ടാകരുത്. എന്ന് പറയുമ്പോൾ അനേകമാകുന്ന വാർത്തകൾ നാം അനുദിനം കേൾക്കുന്നുണ്ട്. അത് ആ വാർത്തകൾ നാം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നാം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ അത് നാം അറിയാതെ തന്നെ മറ്റുള്ളവരിലേക്ക് ആ വാർത്തകൾ നാം ഫോർവേഡ് ചെയ്യും, അല്ലെങ്കിൽ അത് പാസ് ചെയ്യും. അതിൻ്റെ ഭവിഷ്യത്തുകളോ അതിൻ്റെ ഗുണമോ എന്തെന്ന് ചിന്തിക്കാതെയാണ് പലപ്പോഴും നാം പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിൻ്റെ ഭവിഷ്യത്ത് ഒരുപക്ഷെ നാം ചിന്തിക്കുന്നതിലും വളരെ വലുതാകാം എന്ന് നാം മനസ്സിലാക്കണം. ഭക്തിവിരുദ്ധമായ വ്യർത്ഥ സംസാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ ഈ കത്ത് തൻ്റെ ആത്മീയ മകൻ എഴുതുമ്പോൾ മറ്റ് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ടെലിഫോണില്ല, യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവാണ്, TV ഇല്ല, പത്രമാധ്യമങ്ങളില്ല, നമുക്കല്ലെങ്കിൽ ഇൻ്റർനെറ്റില്ല. അങ്ങനെ ആകെക്കൂടെ ഉണ്ടായിരുന്ന വാർത്താവിനിമയം എന്ന് പറയുന്നത് വായിൽ നിന്ന്, വാക്കുകളിലൂടെയാണ്. വരമൊഴി തന്നെ ഇല്ലാത്ത ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ വളരെ ഇന്ന് ലഭിക്കുന്നത് പോലെ അന്ന് ലഭ്യമാകുന്നില്ല. അപ്പോൾ അന്ന് ഒരാൾ പറയുന്നത് കേട്ടാണ് മറ്റൊരാൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിന് വളരെ പ്രസക്തിയുണ്ട്. അന്നും ഇന്നും ഒരുപോലെ അതിന് പ്രസക്തി ഉണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ മറ്റ് മാധ്യമങ്ങൾ, നാം സന്ദേശങ്ങൾ നൽകുന്ന മറ്റ് മാധ്യമങ്ങൾ,
അത് നമ്മുടെ ഇൻ്റർനെറ്റ് ആയിരുന്നാലും സോഷ്യൽ മീഡിയ ആയിരുന്നാലും ടെസ്റ്റായിരുന്നാലും അല്ലെങ്കിൽ ഏത് മാധ്യമങ്ങളായിരുന്നാലും നാം അത് ഉപയോഗിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളാകണം എന്ന് ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. കാരണം അദ്ദേഹം പറയുകയാണ്, അവരാൽ അഭക്തി വർദ്ധിക്കുവാൻ ഇടയാകും. വിശ്വാസമുള്ള ഒരു വ്യക്തി, ദൈവഭക്തിയുള്ളൊരു വ്യക്തിയെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ നാം ഇപ്രകാരം ഭക്തിവിരുദ്ധമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് ഒരുക്കപ്പെടും എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ അത് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ശബ്ദം മാത്രമല്ല, അതുപോലെയുള്ള ഏത് വാർത്താവിനിമയ സംവിധാനങ്ങളും നാം ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോട് വേണം നാം അത് കൈകാര്യം ചെയ്യുവാൻ. ഇനി വായ്മൊഴി അല്ലെങ്കിൽ വായിൽ നിന്നുള്ള ശബ്ദത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നാം തിരുവചനം പഠിക്കുമ്പോൾ നാം ഉദ്ദേശിക്കുന്നതിലും വലിയ പ്രാധാന്യം അതിനുണ്ട്. കാരണം നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ഒന്നുമില്ലാതിരുന്ന ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾ ദൈവം നടത്തുന്നത് ശബ്ദത്തിലൂടെയാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ ദൈവത്തിന് മനസ്സിൽ ചിന്തിച്ചാൽ മതിയാകാം, അല്ലെങ്കിൽ മറ്റ് രീതിയിൽ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് സാധ്യമായി. എന്നാൽ ദൈവം അത് സാധ്യമാക്കിയത് തൻ്റെ ശബ്ദത്തിലൂടെയാണ്. അപ്പോൾ അവിടെ മുതൽ ശബ്ദം എത്രയധികം പ്രാധാന്യം അർഹിക്കുന്നു, അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ദൈവം ഭൂമിയിലുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചതൊക്കെയും അപ്രകാരമാണ്. മനുഷ്യനെ മാത്രമാണ് തൻ്റെ കരങ്ങൾ കൊണ്ട് ദൈവം സൃഷ്ടിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ആദ്യത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ മനുഷ്യൻ പാപത്തിലേക്ക് പോകുന്നതും ഈ ശബ്ദമാണ്, അത് മുഖാന്തരമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 3-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, യഹോവയായ ദൈവം സൃഷ്ടിച്ച സകല വന്യജീവികളിൽ വെച്ച് പാമ്പ് കൗശലമേറിയതായിരുന്നു. പാമ്പ് സ്ത്രീയോട്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ചോദ്യം, ശബ്ദം മൂലം മനുഷ്യനിൽ സംശയമുളവാകുകയാണ്. ദൈവം വാസ്തവമായും ഇത് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സംശയം അവിടെ ജനിക്കുകയാണ്. ആ ശബ്ദമാണ് പാപത്തിലേക്ക് വീഴുവാൻ തക്കോണം നയിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അപ്പോൾ ഒരു വശത്ത് ദൈവം തൻ്റെ ശബ്ദം കൊണ്ട് ഈ ഭൂമിയിലെ എല്ലാം സൃഷ്ടിക്കുമ്പോൾ, മറുവശത്ത് പിശാച്, പാമ്പ് കൗശലമേറിയതായിരുന്നു, അല്ലെങ്കിൽ പിശാച് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നതും ശബ്ദം കൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. വീണ്ടും തിരുവചനം നാം പഠിക്കുമ്പോൾ ഈ ശബ്ദത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ എത്ര വലുതാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ ഏറിയ പങ്കും കർത്താവ് ശബ്ദമുയർത്തിയാണ് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 3-ാമത്തെ തിരുവചനം നാം വായിക്കുന്നു, അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധനായി തീർന്നു. കുഷ്ഠരോഗിയായ ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകുകയാണ്. അത് കർത്താവിന് വേണമെങ്കിൽ തൊട്ട് ഒന്നും മിണ്ടാതെ അല്ലെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിച്ച് വേണമെങ്കിൽ അവിടെ സൗഖ്യം കൊടുക്കാം. പക്ഷേ എന്താണ് കർത്താവ് ചെയ്യുന്നത്? എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ശബ്ദം അവിടെ അത്ഭുതമായി മാറുവാൻ തൊക്കോണം കർത്താവ് തൻ്റെ ശബ്ദം ഉപയോഗിക്കുന്നത് നാം അവിടെ കാണുകയാണ്. തുടർന്ന് അതിൻ്റെ 8-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു അത്ഭുതം കർത്താവ് ചെയ്യുന്നു. നാം വായിക്കുകയാണ്, പിന്നെ യേശു ശതാധിപനോട്, പോകുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശതാധിപൻ്റെ ദാസൻ രോഗാവസ്ഥയിലായിരിക്കുന്നു, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അവൻ്റെ വിശ്വാസം കണ്ട് അവനോട് പറയുകയാണ്, നീ പോകുക, വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. ശബ്ദമാണ് അവിടെയും. കർത്താവ് അവൻ്റെ വിശ്വാസത്തെ പുകഴ്ത്തി
ആ ശതാധിപൻ്റെ ദാസന് സൗഖ്യം കൊടുക്കുന്നതായിട്ട് നാം കാണുകയാണ്. 8-ാം അധ്യായത്തിൽ തന്നെ 26-ാമത്തെ തിരുവചനം നാം കാണുകയാണ്. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ഇവിടെ ജീവനില്ലാത്ത കടലെന്ന് പറയുമ്പോൾ അത് ചലനമുണ്ട് എങ്കിലും ജീവൻ ഇല്ലാത്ത വസ്തുക്കൾക്ക് പോലും കേൾക്കുന്ന അല്ലെങ്കിൽ അനുസരിക്കുന്ന ഒരു സംഭവമാണ് ഈ കടലിനെ ശാന്തമാക്കുന്ന സംഭവം. അവിടെ കർത്താവിൻ്റെ ശബ്ദമുയർത്തി അതിനെ ശാന്തമാക്കി അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുകയാണ്. വീണ്ടും 8-ാം അധ്യായത്തിൽ തന്നെ 32-ാമത്തെ തിരുവചനം, പൊയ്ക്കൊള്ളുവിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു. ആ കൂട്ടമൊക്കെയും കടും തൂക്കായ സ്ഥലത്തുകൂടി കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങി ചത്തു. അതായത് 31-ാമത്തെ തിരുവചനം നാം വായിക്കുകയാണ്, ഭൂതങ്ങൾ അവനോട്, ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പം അവിടെയും കർത്താവിന് മൗനമായിട്ട് പറയാം ആ പന്നിക്കൂട്ടത്തിലേക്ക് ഈ ആത്മാവ് പോകുവാൻ. എന്നാൽ പൊയ്ക്കൊള്ളുവിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. ശബ്ദം കർത്താവ് ഉപയോഗിച്ച് ആ പന്നികളിലേക്ക് ഈ ദുരാത്മാക്കളെ അയക്കുന്നതായിട്ട് നാം കാണുകയാണ്. അവിടെയും അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുകയാണ്. 9-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു. പക്ഷവാതക്കാരനായ ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകുകയാണ്. തൻ്റെ ശബ്ദം ഉയർത്തി, ശബ്ദം ഉപയോഗിച്ച് അവനോട് പറയുകയാണ്, ഭൂമിയിൽ പാപങ്ങൾ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ ഏറിയ പങ്കും താൻ ശബ്ദമുയർത്തിക്കൊണ്ട്, ആജ്ഞാപിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ടൊക്കെ നാം കാണുകയാണ്. അപ്പോൾ ഈ ശബ്ദത്തിന് വലിയ സ്വാധീനം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണ്. ശബ്ദത്തിൻ്റെ സ്വാധീനം എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ടും സ്വാധീനിക്കാം, നെഗറ്റീവായിട്ടും സ്വാധീനിക്കാം. നാം ഒരു വ്യക്തിയോട് ഒരു കാര്യം പറയുമ്പോൾ പലവട്ടം അത് പറയുമ്പോൾ ആ വ്യക്തിയിൽ അത് സൃഷ്ടിക്കാവുന്ന മാറ്റങ്ങൾ എത്ര വലുതാണെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോടാകാം ഒരു പക്ഷേ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല, അല്ലെങ്കിൽ നീ മണ്ടനാണ്, മൂഢനാണ് എന്നൊക്കെ നാം പറയുന്നുവെങ്കിൽ പല പ്രാവശ്യം അത് പറഞ്ഞാൽ ആ കുഞ്ഞിനെ അത് ബാധിക്കും. അവൻ്റെ മനസ്സിൽ തന്നെ അങ്ങനൊരു ചിന്ത ഉളവാകും. മറിച്ച് അവനെ നാം പ്രശംസിച്ച് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് പ്രശംസിക്കുകയും, അല്ലെങ്കിൽ അവൻ പഠിക്കുവാൻ മോശമാണെങ്കിൽ അത് മറ്റൊരു രീതിയിൽ നാം അവതരിപ്പിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവന് വലിയ മാറ്റമുണ്ടാകും. അപ്പോൾ നാം എങ്ങനെ നമ്മുടെ ശബ്ദം ഉപയോഗിക്കുന്നു എന്നുള്ളത് അത് മറ്റുള്ള വ്യക്തികളെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം കഴിയുമെന്ന് നാം ചിന്തിക്കണം. അതോടൊപ്പം തന്നെ നമ്മെയും അത് സ്വാധീനിക്കും. നാം ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ച്, എൻ്റെ ആരോഗ്യം മോശമാണ്, എനിക്കിനി ചെയ്യുവാൻ പറ്റുകയില്ല, എനിക്കൊന്നും പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് അത് തന്നെ ആലോചിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. മറിച്ച് ആ വ്യക്തി തന്നെ ഇതെനിക്ക് സാധ്യമാണ്, എൻ്റെ ദൈവത്താൽ ഇത് സാധ്യമാണ് എന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ അവന് പല കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം കഴിയും. അപ്പോൾ അത് സെൽഫ് പ്രൊഫസി എന്ന് പറയും. അങ്ങനെ നമ്മുടെ ശബ്ദം നമ്മെയും മറ്റുള്ളവരെയും എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമ്മുടെ ശബ്ദം പലതരങ്ങളിൽ സ്വാധീനിക്കുവാൻ കഴിയും എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആത്മീയ മകനോട് പറയുന്നത്, ഭക്തിവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുത്. അതുകൊണ്ട് ഗുണത്തേക്കാൾ ഉപരി ദോഷമാണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭക്തിവിരുദ്ധമായ വ്യർത്ഥ സംസാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാം സംസാരിക്കുമ്പോൾ അത് ഗുണത്തേക്കാൾ ഉപരി ദോഷം ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് തുറന്ന് പറയുകയാണ്, അവരാൽ അഭക്തി വർദ്ധിക്കുവാൻ ഇടയാകും. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ്. നമ്മുടെ ഭവനങ്ങളിലുള്ള സംസാരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള സംസാരങ്ങൾ,
നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ ശുശ്രൂഷകളിലുള്ള സംസാരങ്ങളൊക്കെയും എപ്രകാരമായിരിക്കണം? കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തുവാൻ അത് മൂന്നാമതൊരു മനുഷ്യനോട് പറയുകയും ചെയ്യുമ്പോൾ അത് ദോഷം എത്രത്തോളം ഉണ്ടാക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അവയിൽ നിന്ന് അകന്നിരിക്കുവാൻ തക്കവണ്ണം പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന തിരുവചനം നാം വായിക്കുമ്പോൾ, ദാവീദ് തൻ്റെ ആത്മീയ ജീവിതത്തിൽ രചിച്ച സങ്കീർത്തനം 39 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ തിരുവചനം ഇപ്രകാരം നാം വായിക്കുന്നു: നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ എൻ്റെ വഴികൾ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശബ്ദം, നമ്മുടെ വാക്കുകൾ, അത് ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ദുഷ്ടൻ എന്ന് പറയുമ്പോൾ അത് പിശാച് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ, വിചാരങ്ങൾ പിശാചിനൊരിക്കലും തിരിച്ചറിയുവാൻ കഴിയുകയില്ല. അത് ദൈവത്തിന് മാത്രമായിട്ടുള്ളൊരു കഴിവാണ്. മനുഷ്യൻ്റെ മനസ്സ് ഗ്രഹിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. എന്നാൽ പിശാചിന് നമ്മുടെ ഹൃദയത്തെ ഗ്രഹിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നത്, നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നതെന്ന് തിരുവചനം നാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ട് പിശാച് അതെടുത്ത് ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. പ്രത്യേകിച്ച് ഒരു ദൈവ പൈതൽ, ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ സംസാരങ്ങൾ എന്ന് തിരുവചനം നമ്മെ, ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് തന്നെ അത് വാളായി പിശാച് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മുടെ വാക്കുകൾ മുഖാന്തരമാക്കി തീർക്കും. ഒരുപക്ഷെ സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന വാക്കുകളാകാം നാം ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം വാക്കുകളിൽ വളരെ ശ്രദ്ധയുണ്ടാകണം. എന്താണ് സംസാരിക്കേണ്ടത്, എവിടെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ നിശ്ചയം ഒരു ദൈവ പൈതലുണ്ടാകണം എന്ന് ഇവിടെ ഈ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നാം സദൃശ്യവാക്യങ്ങളിലേക്ക് വരുമ്പോൾ, സദൃശ്യവാക്യം 13-2-3 തിരുവചനം നാം വായിക്കുകയാണ്: തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, വഞ്ചകരുടെ ആഗ്രഹമോ അക്രമം തന്നെ. വായി കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ വിസ്താരത്തിൽ പിളർക്കുന്നവന് നാശം സംഭവിക്കും. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, വഞ്ചകരുടെ ആഗ്രഹമോ അക്രമം തന്നെ. നമ്മുടെ വാക്കുകൾ ആണ് നമ്മെ തന്നെ വിധിക്കുന്നത്. നമ്മുടെ ഭാവിയിൽ അനുഗ്രഹങ്ങളും ദോഷവും സൃഷ്ടിക്കുന്നത് നമ്മുടെ വാക്കുകളാണ്. ആ വാക്കിൽ നിന്നാണ് പലപ്പോഴും വ്യക്തികൾ തമ്മിലുള്ള ശത്രുത, അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത, കൂട്ടായ്മകൾ തമ്മിലുള്ള ശത്രുതയൊക്കെയും വാക്കുകളിലൂടെയാണ് പലപ്പോഴും ആരംഭിക്കുന്നത്. അത് രാജ്യങ്ങളിൽ തമ്മിലുള്ള യുദ്ധങ്ങളിലേക്ക് പോലും അത് നയിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം വാക്കുകൾ നാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ആവശ്യതയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലം, നല്ലത് പറഞ്ഞാൽ നമുക്ക് നന്മ അനുഭവിക്കുവാൻ കഴിയും. എന്നാൽ ചീത്ത പറഞ്ഞാലോ അതിൻ്റെ ഫലവും നാം തന്നെയാണ് അനുഭവിക്കേണ്ടതെന്ന് ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും സദൃശ്യവാക്യം 18-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 21-ാമത്തെ തിരുവചനം: മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലുണ്ട്, അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ ഫലം ഭക്ഷിക്കും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലുണ്ട്, അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ ഫലം ഭക്ഷിക്കും. അപ്പോൾ നാം എന്ത് പറയുന്നു അതാണ് നമ്മുടെ വിധി, അല്ലെങ്കിൽ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. നാം ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ നാം പറഞ്ഞിട്ടുള്ള ഓരോ വാക്കിനും ദൈവസന്നിധിയിൽ നാം കണക്കുകൾ ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നാം പലപ്പോഴും വളരെ ലാഘവത്തോടുകൂടി അത് കാര്യമായി എടുക്കാതെ നാം പറയുമ്പോൾ അതിൻ്റെ ഫലം എവിടെയാണ്, അല്ലെങ്കിൽ എന്താണ് എന്ന് നാം ചിന്തിക്കാതെയാണ് പലപ്പോഴും അങ്ങനെ സംസാരിക്കാറുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിലൊക്കെയും നാം ഇത് കാണുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് ശ്ലീഹ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 3-ാം അധ്യായം: സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അധികം പേർ ഉപദേഷ്ടാക്കളാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തിന് മുഴുവൻ കടിഞ്ഞാണിടുവാൻ കഴിവുള്ള പൂർണ്ണ മനുഷ്യനാകുന്നു. അപ്പോൾ
നാം ഉപദേശിക്കുമ്പോൾ ആ ഉപദേശം നമ്മെ തന്നെ ന്യായം വിധിക്കും. നാം പറയുകയാണ്, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തിന് മുഴുവൻ കടിഞ്ഞാണിടുവാൻ കഴിവുള്ള പൂർണ്ണ മനുഷ്യൻ ആകുന്നു. അപ്പോൾ നമ്മുടെ വാക്കുകൾ എപ്രകാരമാണ് നാം നിയന്ത്രിക്കേണ്ടത്, എപ്രകാരമാണ് നമ്മുടെ ശബ്ദം നമ്മുടെ വായിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. നാം നമ്മുടെ ഭവനത്തിൽ വെച്ച് തന്നെ പലപ്പോഴും സംസാരിക്കുമ്പോൾ ആ സംഭാഷണം എത്രത്തോളം നമ്മുടെ പിൻതലമുറകളെ സ്വാധീനിക്കുന്നു എന്ന് നാം ചിന്തിക്കാറുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് നാം ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ, പ്രത്യേകിച്ച് ആത്മീയ വേലയിലുള്ളവരെ നാം അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അവരൊരു പക്ഷേ ചെയ്ത എന്തെങ്കിലും തെറ്റാകാം, അത് ശരിയാകാം, പക്ഷേ അത് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളത് കേട്ട് അവരുടെ വിശ്വാസം അതുവഴി ചോർന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം എന്ത് പറയണം എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നാം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസത്തിലുള്ള ഒരു വ്യക്തിയുടെ വിശ്വാസം തകർക്കുവാൻ നമ്മുടെ സംഭാഷണങ്ങൾ മുഖാന്തരം ഒരുക്കപ്പെടും. അതിനെക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരുവനെ വിശ്വാസത്തിൽ നിന്ന് നാം അടർത്തിക്കളഞ്ഞാൽ ആ അപ്രകാരം ചെയ്ത വ്യക്തിയുടെ കഴുത്തിൽ തിരികലിട്ട് അവനെ ആഴത്തിലേക്ക് മുക്കിക്കളയുവാനായിട്ടാണ് കർത്താവ് പറയുന്നത്. കാരണം ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിൽ വലിയ വിലയാണുള്ളത്. ഒരു ആത്മാവ് പോലും, ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗം സന്തോഷിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. 99 ഉപേക്ഷിച്ചിട്ട് കാണാതെ പോയ ഒന്നിനെ അന്വേഷിച്ചു പോയ കർത്താവിൻ്റെ ഉപമ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവകൃപയിലായിരിക്കുന്ന 99 ഉപേക്ഷിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടി കടന്നു പോകുന്ന കർത്താവ് ഉപമയിലൂടെ ഓരോ ആത്മാവിൻ്റെയും വില എത്ര വലുതാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ നിന്ന് അടർത്തിക്കളയുവാൻ, ദൈവഭയത്തിൽ നിന്ന്, ദൈവഭക്തിയിൽ നിന്ന് ഒരു വ്യക്തിയെ അകറ്റിക്കളയുന്ന ഒരു വാക്കും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഉണ്ടാകരുതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം കർത്താവ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ഉം 37-ഉം തിരുവചനം നമ്മുടെ വായിക്കുകയാണ്. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നീ നിൻ്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ വായ് അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ നമ്മെ തന്നെ ന്യായം വിധിക്കും എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. 35-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ തൻ്റെ ചീത്ത നിക്ഷേപത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന സംഭാഷണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ്. നന്മകൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നന്മ മാത്രമേ പുറപ്പെടുകയുള്ളൂ. ചീത്ത സൂക്ഷിക്കുന്ന, ഹൃദയത്തിൽ സംഭരിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾ എപ്പോഴും അപ്രകാരവുമായിരിക്കും. അതുതന്നെയാണ് നമ്മെ ന്യായം വിധിക്കുന്നത്. ഏത് നിസ്സാര വാക്കിനും, നാം നിസ്സാരമെന്ന് കരുതുന്ന ഓരോ വാക്കും ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവസന്നിധിയിൽ വലിയ പ്രാഗൽഭ്യമുള്ള അല്ലെങ്കിൽ കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ എപ്പോഴും കൃപയോടുകൂടിയതായിരിക്കാൻ, മറ്റുള്ളവരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ, മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് പറയുന്ന വാക്കുകളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അങ്ങനെ നാം പറയുന്ന വാക്കുകളാൽ നമ്മുടെ ഭാവിയിൽ അനുഗ്രഹങ്ങൾ സംഭരിക്കുവാൻ നമുക്ക് കഴിയും എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. മറിച്ച് ചീത്തയായിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ അതും അതിൻ്റെ ഫലവും നാം തന്നെ ആണ് അനുഭവിക്കേണ്ടത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നാവ് ഒരു തീയാണെന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ തീയ് എന്താണ്? നാം ഇവിടെ വായിക്കുന്ന 3-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യം. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമാണെങ്കിലും വൻ കാര്യങ്ങളിൽ വമ്പ് പറയുന്നു. ചെറിയ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവ് തീയാകുന്നു, തിന്മയുടെ ഒരു ലോകം തന്നെ. അത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിതി ചെയ്ത് ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു. ജീവിതചക്രത്തിന് തീ കൊളുത്തുകയും
നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് താഴെ നാം വായിക്കുകയാണ് 9-ാമത്തെ തിരുവചനം, ആ നാവ് കൊണ്ട് നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ ശപിക്കുന്നു. ഒരേ വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവയുടെ ഒരേ സ്ഥാനത്ത് നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെടുമോ? അപ്പോൾ നമ്മുടെ നാവുകൾ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന അതേ നാവുകൊണ്ട് മനുഷ്യനെ ശപിക്കുന്ന, മനുഷ്യനെതിരെ കുറ്റം പറയുന്ന, അസൂയ സംസാരിക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാകരുതെന്നും അതിൻ്റെ ഫലം നാം തന്നെ അനുഭവിക്കുന്നതെന്നുമാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഭക്തിവിരുദ്ധമായ വ്യർത്ഥ സംസാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനും മറ്റുള്ളവരെ ആ ഭക്തിയിൽ നിന്ന് അകറ്റിക്കളയാതിരിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മുടെ സംസാരങ്ങളെ നിയന്ത്രിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.